ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഇത്തരത്തിലുള്ള ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ശ്രീമന്നാരായണീയം 17ാമത്തെ ദശകത്തിൽ 7ാമത്തെ ശ്ലോകത്തെയാണ് നാം വിചാരം ചെയ്യുന്നത്, നാം കുറച്ചെങ്കിലും ഒന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആദ്യം അതിൻ്റെ ശ്ലോകം ചൊല്ലാം, പിന്നീട് അതിൻ്റെ അർത്ഥം, വ്യാഖ്യാനം, തുടർന്ന് വീണ്ടും മനനം എന്ന രീതിയിൽ ശ്ലോകം ചൊല്ലി ഏറ്റവും ഒടുവിൽ നാരായണീയത്തിൻ്റെ ഭാഷാഗാനമായിരിക്കുന്ന നിഴൽ നാരായണീയം എന്നറിയപ്പെടുന്ന ശ്രീഹരിയത്തിലെ വരികൾ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി ഭഗവത് പാദാരവിന്ദങ്ങളിൽ സാദരം നമുക്ക് സമർപ്പിക്കാം. ഹരേ കൃഷ്ണ. ത്വദ്ദർശന പ്രമദ ഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേ തേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസി ദരേണ തഥാദരേണ. ത്വദ്ദർശന പ്രമദ ഭാരതരംഗിതം തേ രൂപരസായനേ ദൃഗ്ഭ്യാം നിമഗ്നം ഇവ തം തുഷ്ടൂഷമാണം അവഗമ്യ കപോലദേശേ ദരേണ തഥാ ആദരേണ സംസ്പൃഷ്ടവാൻ അസി. ത്വദ്ദർശന
പ്രമദഭാരതരംഗിതം. അവിടുത്തെ ദർശിച്ച, അവിടുത്തെ കണ്ടതുകൊണ്ടുണ്ടായ പ്രമദഭാരതരംഗിതം, കനത്ത സന്തോഷം ഉള്ളിൽ കിടന്ന് ഓളം വിട്ടുക, കടലിലൊക്കെ തിരമാലകൾ ഓളം വിട്ടുന്നത് പോലെ. അങ്ങനെ ആ രീതിയിൽ ഉള്ളിൽ കിടന്ന് ഓളം വെട്ടുന്നവനും തേ രൂപരസായനെ ദൃഗ്ഭ്യാം നിമഗ്നം ഇവ, അങ്ങയുടെ രൂപമാകുന്ന ആ രസായനത്തിൽ, രസത്തെ നൽകുന്ന ആ അമൃതത്തിൽ കണ്ണുകൊണ്ട് ആണ്ടുമുങ്ങിയവൻ എന്നതുപോലെ, അവിടുത്തെ അമൃതസമുദ്രത്തിൽ മുങ്ങിയവനാണോ എന്ന് തോന്നുന്ന തരത്തിൽ തം തുഷ്ടൂഷമാണം, അവനെ തുഷ്ടൂഷമാണം അവഗമ്യ, ആ ധ്രുവകുമാരനെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് എന്ന് നല്ല പോലെ മനസ്സിലാക്കിയിട്ട് ഭഗവാൻ കപോലദേശേ, ആ കവിൾത്തടത്തിൽ ദരേണ തഥാ ആദരേണ, ദരം എന്ന് പറഞ്ഞാൽ ശംഖ്, ശംഖ് കൊണ്ടും അതേപോലെ അത്രയും ആദരവോടുകൂടിയും സംസ്പൃഷ്ടവാൻ അസി, ആര് ഒന്ന് തലോടി? ഭഗവാൻ ആദരവോടെ ഒന്ന് തലോടി എന്നാണ്. ഓളത്തിൽപ്പെട്ട് മുങ്ങിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല, അല്ലേ? നാദബ്രഹ്മാത്മകമായ ശബ്ദം കൊണ്ട് കവിളത്ത് തൊട്ടപ്പോഴോ അപ്പോൾ സംസാരിക്കാൻ തുടങ്ങി, വാങ്മയം സിദ്ധിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഗുണകരമാണ്. മനസ്സിലായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഫലം വളരെ പെട്ടെന്ന് ലഭിക്കും, ഇല്ലേ? അപ്പം ഇവിടെ ആ ഉപഗമിക്കാതെ സംസ്പർശം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് അവഗമ്യ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് അസിത്വം, അപ്പോൾ അവിടുന്ന് വാത്സല്യാതിരേകം കൊണ്ട് ഓമനിച്ചു എന്നും വേണമെങ്കിൽ ആവാം. ഏതായാലും ഭഗവാൻ ധ്രുവന്റെ ആ കവിളിലൂടെ കണ്ഠത്തിലൊന്ന് തൊട്ടപ്പോൾ കണ്ഠത്തിൽ നിന്നും വളരെ വിശേഷമായിട്ടുള്ള സ്തുതി മലരുകൾ ഉണ്ടായി എന്നാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ആ ദ്വാദശാക്ഷരിക്ക് തുല്യമായി, ദ്വാദശ ആദിത്യ തുല്യമായിരിക്കുന്ന 12 ശ്ലോകങ്ങളെ കൊണ്ട് ധ്രുവൻ ഭഗവാനെ സ്തുതിച്ചു എന്നാണ്. നമുക്ക് ഭാഗവതം വായിച്ചു നോക്കിയാൽ ഷഷ്ഠസ്കന്ധത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ ധ്രുവസ്തുതി എന്ന രീതിയിൽ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇന്നും പതിവ് പോലെ നമുക്ക് ഈ ശ്ലോകം 17-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലാം. അതിനുശേഷം നിഴൽ നാരായണീയം ശ്രീഹരിയം. ത്വദ്ദർശന പ്രമദഭാരതരംഗിതം തം ദൃഗ്ഭ്യാം നിമഗ്നമിവ രൂപരസായനേതേ തുഷ്ടൂഷമാണമവഗമ്യ കപോലദേശേ സംസ്പൃഷ്ടവാനസി ദരേണ തഥാദരേണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി ശ്രീഹരിയം നാരായണീയ ഭാഷാഗാനം, ഒരു നിഴൽ നാരായണീയം. നാരായണ 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 ശ്രീവാതനാഥ. മിത്ര തേജസ്വിയായിടും ഭഗവാനെ കണ്ട നേരം മിണ്ടാൻ പോലുമായിടാതെ ആനന്ദം കൊണ്ടു. സ്തുതിക്കട്ടെ എൻ്റെ ഭക്തൻ എന്നു കരുതിയ ദേവൻ കവിളിന്മേൽ ശംഖു കൊണ്ടു മെല്ലെ തലോടി. നാരായണ 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 നാരായണ
ശ്രീവാതനാഥ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ.